നമസ്കാരം. കേരളത്തിൽ ഭരണം മാറിയത് ചിലരൊന്നും ഇനിയും അറിഞ്ഞ മട്ടില്ല. അതെ, അവർ തന്നെ SFI എന്ന പേരിലെ ഗുണ്ടാ സംഘങ്ങൾ. കഴിഞ്ഞ 10 വർഷം കാക്കി കണ്ടാൽ അത് തങ്ങളുടെ അടുക്കളപ്പണി എടുക്കാനുള്ളവരാണെന്ന് കരുതിയ സഖാക്കൾക്ക് ഇപ്പോൾ തെറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കേരളം കണ്ടത് അങ്ങേയറ്റം ലജ്ജാകരമായ കാഴ്ചയാണ്. പരീക്ഷ റദ്ദാക്കിയതിനെതിരെ സമരം നടത്തിയ SFI നേതാക്കൾ പോലീസിനെ പരസ്യമായി വെല്ലുവിളിക്കുന്നു. ഒരു SIയുടെയും 3 പോലീസുകാരുടെയും പേരെടുത്തു പറഞ്ഞ് അവരുടെ വീട് എവിടെയാണെന്ന് വരെ ഭീഷണി മുഴക്കിയ ആ വീഡിയോ ഇപ്പോൾ വൈറലാണ്. പോലീസുകാരുടെ വീട്ടിൽ കയറുമെന്ന് വെല്ലുവിളിക്കുന്ന ഈ വീരശൂര സഖാക്കളോട് ഒന്ന് ചോദിക്കട്ടെ, ഭരണം മാറിയെന്ന് നിങ്ങളെ ആരും അറിയിച്ചില്ലേ? കഴിഞ്ഞ 10 വർഷക്കാലം കേരള പോലീസ് എങ്ങനെയായിരുന്നുവെന്ന് നാം കണ്ടതാണ്. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് കീഴിൽ പോലീസ് വെറും നോക്കുകുത്തികളായിരുന്നു. SFIക്കാരൻ പോലീസുകാരന്റെ തൊപ്പി തെറിപ്പിച്ചാലും DYFIക്കാരൻ സ്റ്റേഷനിൽ കയറി ഗുണ്ടായിസം കാണിച്ചാലും കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ടി വന്ന ഗതികേടിലായിരുന്നു നമ്മുടെ ഉദ്യോഗസ്ഥർ. സ്വതന്ത്രമായി ശ്വസിക്കാൻ പോലും പോലീസിന് അനുവാദമില്ലായിരുന്നു. സഖാക്കൾ പോലീസുകാരെ മർദ്ദിച്ചാലും തിരിച്ചൊന്നും ചെയ്യാതെ സല്യൂട്ട് അടിച്ച് നിൽക്കേണ്ടി വന്ന ആ ഇരുണ്ട കാലം അവസാനിച്ചു. ഇനി എന്തായാലും ആ പഴയ കളിക്ക് നിന്നാൽ തിരിച്ചടി കടുക്കും. അതിന്റെ ട്രെയിലറാണ് കഴിഞ്ഞ ദിവസം നടന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് രമേശ് പിഷാരടെ നടത്തിയ റോഡ് ഷോയ്ക്ക് നേരെ കല്ലെറിഞ്ഞ DYFI സഖാക്കളെ പോലീസ് നേരിട്ട രീതി കണ്ടിരുന്നു. പഴയതുപോലെ ആരുടെയെങ്കിലും ഫോൺ വിളി കാത്ത് നിൽക്കുകയല്ല പോലീസ് ചെയ്തത്. DYFI ഓഫീസിൽ കയറി സഖാക്കളെ നന്നായി തന്നെ പെരുമാറി വിട്ടു. പോലീസുകാരെ പേരെടുത്തു പറഞ്ഞ് വെല്ലുവിളിച്ചവരോട് ഒന്നു മാത്രമേ പറയാനുള്ളൂ. ആ കാക്കിക്ക് പിന്നിൽ ഇപ്പോൾ പഴയ പാർട്ടി ഓഫീസ് അല്ല, മറിച്ച് നിയമത്തിന്റെ കരുത്തുണ്ട്. കൈയും കെട്ടി നോക്കി നിൽക്കുന്ന പോലീസ് കാലം കഴിഞ്ഞു. പരീക്ഷ റദ്ദാക്കിയാൽ സമരം ചെയ്യാം, പക്ഷെ അത് പോലീസുകാരന്റെ വീട്ടിൽ കയറാനോ അവരുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്താനോ ഉള്ള ലൈസൻസ് ഒന്നുമല്ല. പോലീസിനെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ച കാലം കഴിഞ്ഞതോടെ അവർ ഇപ്പോൾ കർശന നടപടികളിലേക്ക് കടക്കുകയാണ്. വെല്ലുവിളിച്ച സഖാക്കളുടെ ലിസ്റ്റ് ഇപ്പോൾ പോലീസിന്റെ കയ്യിലുണ്ട്. പഴയ തണലിൽ ഇനിയും ഗുണ്ടായിസം കാണിക്കാമെന്ന് കരുതുന്നവർ അഴയെണ്ണാൻ തയ്യാറായിരുന്നു. ഭരണമാറ്റം കേരള പോലീസിന് നൽകിയ പുതിയ ഊർജം അക്രമികൾക്കുള്ള അവസാന മുന്നറിയിപ്പ് കൂടിയാണ്. SFI ഇനിയും മാറിയിട്ടില്ലെങ്കിൽ അവരെ മാറ്റാൻ കേരള പോലീസിന് ഇപ്പോൾ നന്നായി അറിയാം. ഈ പുതിയ മാറ്റം കേരളത്തിലെ സാധാരണക്കാർക്ക് നൽകുന്ന ആശ്വാസം ചെറുതൊന്നുമല്ല. SFI ഇനിയും ഭരണം മാറിയത് അറിഞ്ഞിട്ടില്ലേ എന്ന സംശയം ന്യായമാണ്. പോലീസിനെ വിരട്ടി ഭരിക്കാമെന്നതൊക്കെ പഴയ പാർട്ടിക്കാർ തന്ന ആത്മവിശ്വാസം മാത്രമാണ്. അക്രമം സമരമാർഗമാക്കുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയാണ് പുതിയ ഭരണത്തിന് കീഴിൽ പോലീസ് എടുക്കുന്നതെന്ന് ഓർത്താൽ കൊള്ളാം.